ഹലോ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ദുബായിലേക്ക് മൂവ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ യാത്രയാക്കാനായിട്ട് എൻ്റെ ഫാമിലിയും റാഷിൻ്റെ ഫാമിലി രണ്ട് ഫാമിലിയും വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഉള്ളത് ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ, കാസർഗോഡ് ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുന്ന് ബസ് കയറിയിട്ട് നമ്മൾ ബാംഗ്ലൂർ പോകും. ബാംഗ്ലൂരിൽ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഇതാ പെട്ടിയൊക്കെ വെച്ച് എല്ലാം അളിയ ഉപ്പ എല്ലാവരും കൂടെ പെട്ടിയൊക്കെ വെച്ച് എല്ലാം റെഡിയാക്കി തരുന്നുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് ഫാമിലിയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇതാ ബസ് കയറുന്നുണ്ട്. ഉപ്പ എൻ്റെ കൂടെ വരുന്നുണ്ട് ബാംഗ്ലൂരേക്ക്. ഉപ്പ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ ഫ്ലൈറ്റ് കയറിയതിന് ശേഷം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരും. അപ്പോൾ നമ്മൾ എമിറേറ്റ്സ് ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ എമിറേറ്റ്സ് ബാംഗ്ലൂരേക്കല്ലേ ഉള്ളൂ. ബാംഗ്ലൂരാണ് ഞങ്ങൾക്ക് അടുത്ത്. ബാംഗ്ലൂർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാംഗ്ലൂരേക്കാണ് എടുത്തത്. റാഷി ഓൾറെഡി ദുബായിൽ ഉള്ളത് ഞാൻ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും റാഷിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ ഞാനും മക്കളും പോകുന്നത്. ഞങ്ങൾ കുറേ ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചായിരുന്നു US നിന്ന് മൂവ് ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ ദുബായിലേക്ക് മൂവ് ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് നമ്മൾ US നിന്ന് വന്നത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ദുബായിലേക്ക് മൂവ് ചെയ്യുകയാണ്. ഇപ്പോൾ മക്കൾ എല്ലാവർക്കും ടാറ്റ എല്ലാം പറയുന്നുണ്ട്. ജെയിനാണെങ്കിൽ ആദ്യമാണെങ്കിൽ 2.5 വർഷമായി ഞങ്ങൾ നാട്ടിൽ വന്നിട്ട്. അപ്പം അവർക്ക് നല്ല ബന്ധമാണ് എല്ലാവരുമായിട്ടും. അവർ നാട്ടിൽ തന്നെ വളർന്നതല്ലേ. അപ്പോൾ ആ ഒരു ഫീലിങ്ങും ആ ഒരു ബന്ധമുണ്ട് രണ്ട് ഫാമിലിയിലത്തെ എല്ലാവരുമായിട്ട്. ഇപ്പോൾ എല്ലാവരുടെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ പോവാണ്. ആദമിൻ്റെ താടി 2 ദിവസം മുന്നേ വീണ് പൊട്ടിയതാണ് കേട്ടോ. അപ്പോൾ അതിനൊരു സ്റ്റാപ്ലർ പിന്നെ അടിച്ചിട്ടുണ്ട് 3. അത് നമ്മളവിടെ പോയിട്ട് ഊരാന്ന് പറഞ്ഞ് 8 ദിവസത്തേക്കാണ് അത് ഇതാക്കിയിട്ടുള്ളത്. ബസ്സിൽ നല്ല സൗകര്യമുണ്ട് കേട്ടോ. 2 ബെഡായിട്ട് എടുത്തിട്ടുണ്ട്. കയറിയ പാടെ തന്നെ സെയിനും മാധവും നല്ല ഉറക്കത്തിലേക്ക് പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഉറക്കി എണീക്കുമ്പോഴത്തേക്ക് നമ്മൾ ബാംഗ്ലൂർ രാവിലെ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മളൊരു ടാക്സി പിടിച്ച് ഇപ്പോൾ എയർപോർട്ടിൽ വന്ന് ഉപ്പ യാത്ര പറഞ്ഞ് ഉപ്പ പോയിട്ട് ഞാനിപ്പോൾ ഇത് ലഗേജും മക്കളൊക്കെ ആയിട്ട് 2 ലഗേജ് കൊണ്ടുപോകാൻ എനിക്ക് കുറച്ച് പാടായിരുന്നു. 1 by 1 ആയിട്ട് ഞാൻ കൊണ്ടുപോയി ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് നമ്മളിപ്പോൾ എയർപോർട്ടിനകത്തേക്ക് കയറി. നമ്മളിപ്പം നമ്മളെ നമ്പറിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ എൻട്രൻസിലേക്കാണ് പോകുന്നത്. കറക്റ്റ് അവിടെ പോയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മക്കളെയും കൊണ്ട് അങ്ങോട്ടേക്ക് നടന്ന് ലഗേജ് ഒരുവിധം എല്ലാം ഞാൻ ഡ്രോപ്പ് ചെയ്തിട്ട് എൻ്റെ കയ്യിലൊരു ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവർ അതിൽ തന്നെ ലഗേജിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര ഉപകാരമായി. പിന്നെ മക്കൾ രണ്ടാളും വിശക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇടുന്ന ഒരു കഫേയിൽ കോഫി കുടിക്കാനായിട്ട് കയറി. കോഫിയൊക്കെ കുടിച്ച് നമ്മളെ ഫ്ലൈറ്റ് എത്താറായിട്ട് ആ സമയത്ത് പിള്ളേരെ ഇന്ന് കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് ഓരോ ഫ്ലൈറ്റ് കാണണം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. സെന്നു ഓർമ്മയുണ്ട്, വന്നതൊക്കെ അമേരിക്കയിൽ നിന്ന് വന്നതൊക്കെ ഓർമ്മയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറയും. ആദ്യമാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. പക്ഷേ ആൾ ആ കയറിയ പാടന്നെ ഉറങ്ങിപ്പോയി. ഒന്നാമത് താടീൻ്റെ ഇതൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. ഇത് നമുക്കിത് അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ, ഫ്ലൈറ്റിൽ നിന്ന് തന്നെയാണ് പിള്ളേർക്ക് വരക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് നല്ല ഹെൽപ്ഫുള്ളായി. സെയിനാണെങ്കിൽ ബോറടിച്ചിരിക്കുകയായിരുന്നു. ആദ്യം നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ഓൻ്റെത് ഞാൻ എടുത്ത് വെച്ച് ഓനുണ്ടായിരുന്നെങ്കിൽ ഓന് നന്നായിട്ട് വരച്ചേനെ. അതൊക്കെ ഇഷ്ടമാണ് അവർക്ക്. നമ്മളിപ്പോൾ ഫ്ലൈറ്റ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് സെയിൻ ഇതിൽ ഈ ഒരു വരക്കുന്നതിൽ ഇതായതുകൊണ്ട് ഓൻ അങ്ങനെ തന്നെ ഡിസ്റ്റർബൊന്നും ചെയ്തില്ല. പിന്നെ ഫുഡ് വന്ന് മക്കൾക്ക് 2 ആൾക്കുള്ള ഫുഡാണ് കേട്ടോ ആദ്യം വന്നത്. എന്തൊക്കെയോ ഉണ്ട് അതിൽ. സെയിന് ഭയങ്കര ഹാപ്പി. അവന് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റൊക്കെ ചെയ്ത് കാണുന്നത്. എന്തായാലും സെയിന് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിച്ചിട്ട് ഫുഡ്. ആദമിൻ്റെ ആണെങ്കിൽ അവിടെ വെച്ച് ഞാൻ എണ്ണീറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് സെയിന് ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫുഡ് വന്ന് എൻ്റെ കയ്യിലാണെങ്കിൽ ചോറായിരുന്നു ഉണ്ടായത്. ചോറും നെയ്ച്ചോറായിരുന്നു. അത് പിന്നെ ചിക്കൻ ഒരു കറിയായിരുന്നു. പിന്നെ എല്ലാം ഉണ്ടായതുകൊണ്ട് ഡെസേർട്ടും കോക്കും നമുക്ക് വേണ്ട എല്ലാം ഉണ്ടായിരുന്നു ഫുഡിൽ. എന്തായാലും അപ്പോഴും ആദം ഉറക്കായിരുന്നു. ആദം എണീറ്റ് കഴിഞ്ഞിട്ട് ഓൻ്റെ ഫുഡൊക്കെ ഞാൻ കൊടുത്ത്. പിന്നെ കുറച്ച് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ. 4 മണിക്കൂറായിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട്. അതിൽ കുറേ സമയം ഉറങ്ങി അങ്ങനെയൊക്കെ ആയിട്ട് പോയി. പിന്നെ ഏകദേശം ലാൻഡിങ്ങിന് ഇതൊക്കെ വന്നിട്ടാ അനൗൺസ്മെൻറ്റൊക്കെ വന്ന്. അപ്പോൾ ആ സമയത്ത് ഞാൻ പുറത്ത് നോക്കിയപ്പം ഫുള്ള് ഇങ്ങനെയായിരുന്നു. എന്തായാലും 2 ആളും ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി. സെയിനും ഉറങ്ങി. പിന്നെ ഞാൻ 2 ആളെയും വിളിച്ച് എണീപ്പിച്ചിട്ടുണ്ട് നമ്മൾ എത്തിയെന്ന് പറഞ്ഞിട്ട്. കാരണം അവർ നല്ല എക്സൈറ്റഡ് ആണ് ബാപ്പാൻ്റെ അടുത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞ് ദിവസം എണ്ണി കാത്തിരിക്കുകയായിരുന്നു 2 ആളും. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു 2 ആളും. ദുബായിലെത്തിയെന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പിയായി മക്കൾ 2 ആളും. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇനിയാണ് എൻ്റെ ടാസ്ക്. ഈ ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുക എന്നുള്ളത് നല്ല പണിയാണ്. ഞാൻ മാത്രമല്ലേ ഉള്ളൂ, ഈ മക്കളെയും മാനേജ് ചെയ്യണം. അതൊരു പണി തന്നെയാണ്. എന്തായാലും ലഗേജ് എടുക്കാനായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇവിടെ അറിയാം, വരുന്ന ആൾക്കാർക്ക് അറിയാം, നമ്മൾ മെട്രോയിലൊക്കെ കയറി പോകണം. അത് കഴിഞ്ഞിട്ടാണ് ലഗേജൊക്കെ കിട്ടുക. അങ്ങനെ ഇപ്പം ഞാനും മക്കളും മെട്രോയിൽ കയറിയിട്ട്
പോകുന്നുണ്ട്. ലഗേജൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അതിന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ലഗേജൊക്കെ എടുത്തത് ഇപ്പം പ്രാവശ്യം എന്നെ കാണുന്ന എന്നെ മക്കളെയും കാണുന്ന ഒരിതാണ് കേട്ടോ. ഇത് എൻ്റെ അനിയന് കൂടെ വന്നിട്ടുണ്ട്. ഓനാണ് ഈ വീഡിയോ എടുത്തത്. ഞാൻ 2 ലഗേജും ഉന്തിയിട്ട് വരുന്ന കാണാം. ഞാനങ്ങനെ രണ്ടും കുറച്ചായിട്ട് ഇങ്ങനെ വെച്ച് അങ്ങനെയൊക്കെയാണ് കൊണ്ടുവന്നത്. നല്ല ടാസ്ക്കായിരുന്നു. കുറേ സാധനം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. എന്തായാലും മക്കൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഹാപ്പിയായി. റാഷിനെ കണ്ടപ്പാട് തന്നെ ഞാനാണെങ്കിലും ഭയങ്കര ഹാപ്പിയായി. അതമാണെങ്കിലും സെയിനാണെങ്കിലും പാപ്പാൻ്റെ അടുത്ത് എത്താൻ അത്രയും ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു. എന്തായാലും ഞങ്ങൾ കണ്ട് അൽഹംദുലില്ലാ എനിക്ക് സമാധാനമായി. ഈ ഒരു ലഗേജ് ആണെങ്കിലും ഇനി അങ്ങോട്ട് ബുദ്ധിമുട്ടില്ലല്ലോ, ഇവിടെ എത്തിയല്ലോ. എല്ലാവരും അനിയനുണ്ട്, റാഷിയുണ്ട്, രണ്ടാളും കൂടെ മാനേജ് ചെയ്തോളും. അങ്ങനെ ഇപ്പോഴത്തെ ലഗേജൊക്കെ മാപ്പിളിനെയും മാങ്ങളിനെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാനും മക്കളും നടക്കുന്നുണ്ട്. കെബീറിൻ്റെ വണ്ടിയിലാണ് കേട്ടോ വന്നത്. റാഷി വന്നിട്ട് ഇപ്പം സെറ്റൊക്കെ ആകുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ കെബീർ ഞാൻ വരുന്ന പറയുമ്പോൾ തന്നെ ഒന്ന് റാസൽ കൈമേലാണ് കൂട്ടാൻ വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കെബീർ വണ്ടിയും കൊണ്ടാണ് വന്നത്. അനിയന് മുമ്പിൽ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കെബീർ കയറിയ പടന്നെ ലഡു തന്ന്. നമ്മൾ ലീഗ് ജയിച്ച അത് ഇലക്ഷന് വോട്ടെണ്ണിയ ദിവസമായിരുന്നിട്ട് ഞാൻ എത്തിയത്. അപ്പോൾ ലീഗ് ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ എടുത്ത ആൾക്കാരെ കൊടുത്ത ലഡുവാണ്. എന്തായാലും പിന്നെ ഇത് മക്കൾക്ക് കെബീർ എൻ്റെ ബ്രദർ മേങ്ങി വെച്ചിട്ടുണ്ടായ സാധനങ്ങളാണ് അവർ വരുന്ന പറഞ്ഞിട്ട്. അപ്പോൾ ഓറ് ഭയങ്കര ഹാപ്പിയായി ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്. ജെയിനാണെങ്കിൽ എൻ്റെ ആളാണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമാണ് ഓന്. അങ്ങനെ ഇപ്പോൾ ഞാനങ്ങ് ദുബായ് നാട് കാണാൻ തുടങ്ങി. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ദുബായിൽ വരുന്നത്. ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് വന്നപ്പം ദുബായ് ടച്ച് ചെയ്തിട്ടാണ് വന്നത്. പക്ഷേ പുറത്തിറങ്ങിയിട്ട് കണ്ടിട്ടൊന്നുമില്ല. ദുബായ് ഫസ്റ്റാണ് കാണുന്നത്. ദുബായ് ഫസ്റ്റാണ് വരുന്നത്. ഞാൻ ദുബായ് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവാണ്. റൂമിലെത്തിയ പാടെ എൻ്റെ കുറച്ച് ലഗേജ് അല്ലെങ്കിൽ പാർസൽ ഞാൻ അവിടെ നിന്ന് അയച്ചായിരുന്നു. നാട്ടിൽ നിന്ന് എനിക്ക് മലബാർ ലോജിസ്റ്റിക്സ് വഴിയാണ് കേട്ടോ ഞാൻ അയച്ചത്. മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ് അവരുടെ ഒരു പ്രൊമോഷൻ കിട്ടിയതാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ അയച്ചായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് അതിവിടെ എത്തിയായിരുന്നു. റാഷി ഇപ്പോഴാണ് അതൊക്കെ പൊട്ടിച്ചത്. റൂമിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ നന്നായിട്ടെല്ലാം പാക്കൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഷോപ്പിങ്ങിനാണ് പോയത്. കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ടാവുമല്ലോ ഫസ്റ്റ് വരുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ആ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മളിപ്പോൾ അടുത്ത് തന്നെയുള്ള നെസ്റ്റോ അങ്ങനെയൊക്കെ കുറേ ഷോപ്പുണ്ടല്ലോ ഇവിടെ, അവിടത്തേക്കെല്ലാം പോകുന്നുണ്ട്. സെയിനും മാധവും ഭയങ്കര ഹാപ്പിയാണ്. ഞാനും എന്തായാലും സാധനങ്ങളൊക്കെ എടുക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് എല്ലാ സാധനങ്ങളും വേണം കേട്ടോ. ഒരു നമ്മളെ വീട്ടിലേക്കുള്ള പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇന്ന് വാങ്ങാനുണ്ട്. എന്തായാലും ഓരോന്നേ വാങ്ങിക്കുന്നുണ്ട്. നോക്കി ഓരോന്നേ എടുക്കുന്നുണ്ട്. ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. അത്യാവശ്യം വേണ്ടത് മാത്രമേ ഇപ്പോൾ വാങ്ങിച്ചിട്ടുള്ളൂ. എത്ര ഒതുക്കിയെടുത്താലും ആ ഫസ്റ്റ് ടൈമുള്ള പർച്ചേസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം സാധനങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെല്ലാം നെക്സ്റ്റൊന്നും എനിക്ക് അത്യാവശ്യം എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ വേണ്ടതെല്ലാം. പിന്നെ 1-2 ഷോപ്പിൽ പോകാനുണ്ടാവും എന്ന് പറഞ്ഞെങ്കിൽ പേര് കുറച്ചും കൂടെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കിട്ടാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും എല്ലാം വാങ്ങിച്ചിട്ടാണ്. അപ്പം ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാം. അതൊക്കെ നോക്കിയിട്ട് എടുത്ത്. പിന്നെ ചക്ക വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അതൊക്കെ പേര് ഇങ്ങനെ എനിക്ക് കാണിച്ചതാണ്. പിന്നെ പിള്ളേർ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഐസ്ക്രീം എടുത്തിട്ട് പിള്ളേരെ കൂടെ ഞാനും ഐസ്ക്രീം എടുത്ത്. സൈനാദമ്മ ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം. എനിക്കാണെങ്കിൽ ഇഷ്ടമാണ് കേട്ടോ ഐസ്ക്രീം. അപ്പോൾ ഞാനെങ്കിൽ ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഐസ്ക്രീം എടുത്ത് കഴിച്ച് കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തതല്ലേ. സമയം ഇപ്പോൾ വൈകുന്നേരമായിട്ട് അപ്പോൾ നന്നായിട്ട് വിശക്കാനും തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ നെസ്റ്റോളിൻ്റെ പുറത്തിന് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാൻ സമയമില്ല. ഇവിടെ തന്നെ എല്ലാ ഫുഡും കിട്ടും. അപ്പോൾ എന്തായാലും ഇവിടെ തന്നെ ഫുഡൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എന്തായാലും നെക്സ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം എടുത്ത് പുറത്തിറങ്ങി. പിന്നെ വേറൊരു ഷോപ്പിൽ പോയി. പിന്നെയും കുറേ ഞാൻ പറഞ്ഞല്ലോ 1-2 ഷോപ്പിലൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അത് നടന്നിട്ട് തന്നെയാണ് കേട്ടോ. റൂമിൻ്റെ അടുത്ത് തന്നെയാണ്. ഞങ്ങൾ ദേര എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് കേട്ടോ താമസം. എന്തായാലും പിന്നെ വേറൊരു ഷോപ്പിലും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്നും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി. രാത്രിയായപ്പോൾ ഒന്നും കൂടെ വന്നു കേട്ടോ ഷോപ്പിങ്ങിനായിട്ട്. 1-2 സാധനങ്ങൾ വിട്ടതൊക്കെ കൂടെ രാത്രി ഒന്നും കൂടെ വന്ന് വാങ്ങിച്ചു. അങ്ങനെ ഒരുവിധം എൻ്റെ എല്ലാം കിട്ടിയിട്ട് അത്യാവശ്യ സാധനങ്ങളെല്ലാം ആയി. റൂമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു കേട്ടോ ഇതെല്ലാം. അങ്ങനെ കുറേ ദൂരം പോകാനൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ വന്നിട്ട്. പിന്നെ അനിയനുണ്ട് റൂമിൽ. അപ്പോൾ ഓന് ഓർഡർ ചെയ്ത ഫുഡാണ് കേട്ടോ ഇതെല്ലാം. ഒരു കാസർഗോഡ് ഹോട്ടലുണ്ട് അറിഞ്ഞിട്ട് എനിക്ക് കുറേ ഫുഡ് ഓർഡർ ചെയ്ത് തന്ന്. കുറേ ദിവസം ഞാൻ ഈ ഫുഡ് തന്നെയാണ് എടുത്തതും. അങ്ങനെ ഒന്ന് കുക്ക് ചെയ്യാനൊക്കെ തുടങ്ങിയ മെല്ലെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയപ്പം ഒരു ദിവസം പുറത്ത് നല്ല വെയിലായിരുന്നു. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് ഇറങ്ങിയപ്പോൾ റാഷി കളിയാക്കിയതാണ് ഈ വീഡിയോ എടുത്തിട്ട്. പിന്നെ അതെന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ നടക്കാനൊക്കെ ഇറങ്ങുന്നതൊക്കെയാണ്. ഞങ്ങളിപ്പോൾ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരുവിധമെല്ലാം സെറ്റായി. റാഷിയാണെങ്കിലും ഇവിടെ അടുത്താണ് കേട്ടോ ഓഫീസ്. റാഷിൻ്റെ ഓഫീസ് ഇവിടെ നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും
ഇനി എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പം വന്ന് മക്കളും ഞങ്ങളും എല്ലാം ഒന്ന് സെറ്റായി. പിന്നെ അതിനിടയിൽ റാഷിൻ്റെ ബർത്ത്ഡേ ഞാൻ സർപ്രൈസായിട്ട് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. കഴിഞ്ഞ മാസമായിരുന്നു ബർത്ത്ഡേ, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വന്നെല്ലാം കൊണ്ടുവന്ന് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാം. പിന്നീട് എൻ്റെ മൂത്താൻ്റെ മോനുണ്ടായി അസ്ലു, ഓനെ കാണാൻ പോയി. പിന്നെ ഓനും കബീർ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിട്ട് എൻ്റെ ആപ്പാൻ്റെ മോളുണ്ട് ജുബി, എൻ്റെ കസിന്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ജുബി ഞാൻ ഏകദേശം ഒന്നിച്ചിട്ട് തന്നെയാണ് കേട്ടോ വന്നത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ജുബീൻ്റെ അടുത്ത് പോയി ജുബീനെല്ലാം കണ്ട് വന്ന്. ജുബീൻ്റെ മക്കളും എൻ്റെ മക്കളും ഭയങ്കര കൂട്ടാണ്. അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് പൊളിസെല്ലാക്കിയിട്ട് വന്ന അതിൻ്റെ വീഡിയോസൊന്നും ഇല്ല. പിന്നെ ഒരു കാര്യം കാണിക്കാനുള്ളത്, ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന ദിവസം എൻ്റെ ഇത്ത നമ്മളെ അടുക്കെല്ലാം കൊണ്ടുവന്നായിരുന്നു. അവൾ ഉണ്ടാക്കിയ കുറേ സാധനങ്ങൾ, അവൾ ബേക്കറാണ്, എല്ലാവർക്കും അറിയാം. കുറേ സാധനങ്ങൾ എനിക്കും മക്കൾക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഹാപ്പിനെസ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മോൾ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അവൾ ബേക്കറാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പം അതിലെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോണറ്റ്സ്, പിസ്സ ഒക്കെ, ബ്രൗണീസ്, അങ്ങനെ എല്ലാം, കേക്ക്സ്, പേസ്ട്രി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് പിന്നെ ഡ്രീം കേക്ക്, പിന്നെ എനിക്ക് എല്ലാത്തിൻ്റെ പേരൊന്നും ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല, പ്ലം കേക്ക്, അങ്ങനെ എല്ലാം അത് മിക്സ് ആക്കിയിട്ടുള്ള ഉണ്ടാക്കിയിരുന്നു. ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഡ്രസ്ലെച്ചേഴ്സ്, അങ്ങനെ എല്ലാം. ഇതാ എനിക്കൊരു ഫീലിംഗ് ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ്. നമ്മൾ വേറെ എന്ത് കൊടുക്കുന്നതിനേക്കാളും ഇങ്ങനെ ഓളിനെ ഉണ്ടാക്കിയ സാധനം, അത് രാവിലെ 4 മണി 3 മണിക്കൊക്കെ എണീച്ചിട്ടുണ്ട് ഇത്രയും സാധനം ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്, അതാണ് ഇതിൽ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫിഷ് മാർക്കറ്റിൽ പോയതാണ് കേട്ടോ. റാഷിൻ്റെ ഫ്രണ്ടും വൈഫും മക്കളും എല്ലാവരും ഒന്നിച്ചിട്ടാണ് പോയത്. ഫിഷ് മാർക്കറ്റ് കണ്ടപ്പം വീഡിയോ എടുക്കാൻ തോന്നി, കാരണം ഭയങ്കര വന്ന ആൾക്കാർക്ക് അറിയാമല്ലോ ഇവിടെ ഭയങ്കര എത്രയുണ്ട് കേട്ടോ മീനൊക്കെ. മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയ സ്ഥലമാണ്. എനിക്ക് ഞണ്ട്, ചെമ്മീൻ, കൂന്തലൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ എല്ലാ മീനും ഞാൻ കഴിക്കലുമില്ല. റാഷി മീൻ്റെ ആളാണ് കേട്ടോ. റാഷിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീനൊക്കെ. റാഷിൻ്റെ വീട്ടിലൊക്കെ എന്താ മീൻ കറി ആയിരിക്കും, ഉമ്മാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞാൻ എത്ര മീൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ. സെയിനാണെങ്കിലും ആദമിനാണെങ്കിലും മീൻ ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചെമ്മീൻ തന്നെയാണ്. ചെമ്മീൻ കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുക്കുന്നുണ്ട് വീഡിയോ. ഇതൊരു മീനിൻ്റെ ലോകം തന്നെയാണ് കേട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലേ, മീൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇവിടെ വന്ന് മീനൊക്കെ വാങ്ങാനൊക്കെ ആയിട്ട്. എന്നാലും എനിക്ക് തന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് മീനേ എനിക്ക് ഇഷ്ടമുള്ളൂ, പക്ഷേ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ എടുക്കാനൊക്കെ തോന്നി. എന്തായാലും ഞങ്ങൾ ചെമ്മീനും കൂന്തലും വാങ്ങിച്ചിട്ട്, ഞാൻ പറഞ്ഞല്ലോ അതാണ് എനിക്ക് ഇഷ്ടം. മക്കൾക്കും ചെമ്മീനും കൂന്തലും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വാങ്ങിച്ചിരുന്നു കുറച്ച്. പിന്നെ ഞങ്ങളങ്ങനെ എവിടെയും പോകാനൊന്നും തുടങ്ങിയിട്ടില്ല. എൻ്റെ അനിയൻ റാസൽ കൈമേലുണ്ട്. ഞാനിതിന് ഫസ്റ്റിൽ തന്നെ പറഞ്ഞല്ലോ അനിയനുണ്ട്. അനിയന് റാസൽ കൈമേലാണ്. അപ്പോൾ അനിയൻ വന്നപ്പം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയതല്ലാതെ വേറെ എവിടെയും അങ്ങനെ പോകാനൊന്നും തുടങ്ങിയിട്ടില്ല. ഓയിസ്റ്റർ, കോള് തുടങ്ങിയ എല്ലാ മീനുണ്ട്. മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതൽ കിട്ടും. നമ്മൾ നാട്ടിൽ കിട്ടുന്ന എല്ലാ മീനും കിട്ടും, അതിൻ്റെ അപ്പുറവും എല്ലാ മീനും ഇവിടെ അവൈലബിളാണ്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്തതേ ഉള്ളൂ. പിന്നെ ഇനി പറഞ്ഞില്ലേ, ഇനി എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിക്കാനുണ്ടെങ്കിലൊക്കെ ജസ്റ്റ് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. പിള്ളേർ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട്, ലൈവ് മീനൊക്കെ കണ്ടിട്ട്. എൻ്റെ നോട്ടപ്പോഴും ചെമ്മീനിലേക്ക് തന്നെയാണ് പോകുന്നത്. ചെമ്മീനും ഞണ്ട് ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ. പിന്നെ ഇവിടെ ലൈവായിട്ടുള്ള ഫിഷും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാം ഞണ്ടൊക്കെ വലിയ ഞണ്ടാണ്. ഇങ്ങനത്തെ ഞണ്ടാണ് കേട്ടോ കഴിക്കേണ്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമേരിക്കയിൽ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ലാ ഫിഷർമാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ഞണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത ഞണ്ട് വലിയ ഞണ്ടായിരിക്കും. ഞണ്ട് കഴിക്കുമ്പോൾ നമ്മൾ വലിയ ഞണ്ട് കഴിക്കണം. അപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണ്. നാട്ടിൽ കുഞ്ഞ് ഞണ്ട് കിട്ടും, പക്ഷേ അത് നമുക്കൊരു ടേസ്റ്റൊന്നും കിട്ടുന്ന അത്ര ഇറച്ചിയൊന്നും ഉണ്ടാവില്ല അതിൽ. എന്തായാലും നല്ല വെയിലാണ് ഈ സമയത്ത്. എനിക്ക് അങ്ങനെ ദുബായിൽ ചൂട് ഫീൽ ചെയ്യാനായിട്ടില്ല. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ പുറത്ത് പോകാൻ തുടങ്ങിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇപ്പം ചൂട് ഫീൽ ആകുന്നില്ല. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഭയങ്കര ചൂടല്ലേ. പക്ഷെ ഞങ്ങൾ ടെക്സാസിലും ഭയങ്കര ചൂട് തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ച ഫിഷ് എല്ലാം കൊണ്ട് നമ്മൾ പിന്നെ ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൽ കയറി, വെജിറ്റബിൾ മാർക്കറ്റിൽ കയറിയുടെ എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റിൽ ജസ്റ്റ് ഒന്ന് കയറി.
ഫ്രൂട്ട്സ് ആണെങ്കിൽ അങ്ങനെ നാട്ടിലെല്ലാ ഫ്രൂട്ട്സും കിട്ടും, നാട്ടിൽ കിട്ടാത്ത ഫ്രൂട്ട്സും കിട്ടും. വെജിറ്റബിൾസ് അത് നമ്മൾ നാട്ടിലെല്ലാ വെജിറ്റബിൾസും കിട്ടും. അമേരിക്കയിലാണെങ്കിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ, എല്ലായിടത്തിലും എല്ലാം കിട്ടണമെന്നില്ല. ചില ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പിപ്പിടിച്ച് പോയാലും നമുക്ക് കുറേ നാട്ടിലെ പച്ചക്കറികളൊക്കെ കിട്ടത്തുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എവിടെ പോയാലും നമുക്ക് എല്ലാ പച്ചക്കറിയും എല്ലാ ഫ്രൂട്ട്സും എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. നാട്ടിലെ എല്ലാ സാധനങ്ങളും ഇവിടുത്തെ ഒരു ഷോപ്പിൽ പോയാൽ പോലും നാട്ടിലെ സാധനങ്ങളൊക്കെ അവൈലബിൾ ആണത്. ചിലപ്പോൾ ഇന്ത്യക്കാർ ഭയങ്കര കൂടുതലായതുകൊണ്ടായിരിക്കും ഇവിടെ. എന്തായാലും പിന്നെ നമ്മളിതാ ഐസ്ക്രീം എടുത്ത് പിള്ളേർ ഐസ്ക്രീമൊക്കെ എടുത്ത് അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇറങ്ങലായിട്ടാണ്. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനും അങ്ങനെയൊക്കെ പോകുന്നുള്ളൂ. ജസ്റ്റ് ഷോപ്പിങ്ങിന് പിള്ളേർക്കൊക്കെ ഇതിലിരുന്ന് പോകാനും ഷോപ്പിംഗ് കാർട്ടിലിരുന്നിട്ട് പോകാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവർക്ക് ഈ ഒരു സൈക്കിളും സ്കൂട്ടറും ഉണ്ട്. ഇതാണ് രണ്ടാളുടെ ഫേവറേറ്റ്. ആദമിന് സൈക്കിളും സെയിൻ ഈ ഒരു സ്കൂട്ടറാണ്, ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ പോകാനൊക്കെ. അപ്പോൾ അത് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ അധികം അടുത്തുള്ള പാർക്കിലൊക്കെ പോവും. അത് അവർക്ക് നിർബന്ധമാണ് എല്ലാ ദിവസവും ഇങ്ങനെ ഇതിലൊന്ന് ഒരു കറങ്ങണം എന്നുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് പോകാനും ഇതൊക്കെ. നാട്ടിലാണെങ്കിൽ ഇങ്ങനെ എല്ലാ സ്ഥലത്തും ഓടാനൊന്നും പറ്റില്ലല്ലോ, നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ഓട്ടാം. ഈവൻ നമ്മൾ റൂമിൽ നിന്ന് ഈ ഒരു പാർക്കിലേക്ക് തന്നെ സൈക്കിൾ ഓട്ടിക്കൊണ്ട് തന്നെ പിള്ളേർ വരും. റോഡ് സൈഡിൽ നമുക്ക് ആ ഒരു ഫുട്പാത്ത് ഉള്ളതുകൊണ്ട് അങ്ങനെ അതൊക്കെ ഓട്ടിക്കൊണ്ട് തന്നെ വരാം. അങ്ങനെയല്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ പിള്ളേർ ഇതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു നമ്മൾ റൂമിൽ നിന്ന് ഇങ്ങനെ നടന്ന് പോകുന്ന വഴിയിൽ തന്നെ ഓട്ടിക്കൊണ്ട് തന്നെ പോകല്. രണ്ടാളും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബ്ലോഗായിട്ട് ഇടുന്നതായിരിക്കും. ഇപ്പോൾ വന്ന ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതിനും ആത്തമ്മനൊക്കെ ഇവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മുടെ റഷ്യൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളാണ്. എന്തായാലും ഇത്രയൊക്കെയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.